അബ്ദുസ്സലാം ബാക്കവി, ബഹുമാനപ്പെട്ട വികാസ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഷൈഖ് തങ്ങൾ, ബഹുമാനപ്പെട്ട പി കടുങ്ങല്ലൂർ, വേദി ബഷീർ ഫൈസി, അൻവർ ഫൈസി അടക്കമില്ല എൻ്റെ തീരുമാനം നിലവിലായ സഹോദരങ്ങൾ, നമ്മുടെ ചൂടൽ സ്വാധീനങ്ങളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാലുദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റുകയും ചെയ്യട്ടെ. നാമയുടെ ചൂടി പോലെ നാളെ അള്ളാഹുവിൻ്റെ എല്ലാത്ത നമ്മേവരെയും അള്ളാഹുവിനെ പോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ മഹത്തായ സദസ്സിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. സദസ്സുകളുടെ ജനതയുടെ 100ാം വാർഷികമാണ് 2026 ഫെബ്രുവരി 4 കാസർഗോഡ് കുനിയിൽ വെച്ച് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി സ്വാഗതസംഘം രൂപീകരിക്കുകയും അതിൻ്റെ കീഴിലായ നിരവധി പ്രവർത്തനങ്ങൾ നാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കേണ്ടത് വളരെ അനിവാര്യമാവുകയാണ്. നമ്മുടെ സംസ്ഥയുടെ 100ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ, അതോടൊപ്പം തന്നെ സമസ്ത ഉയർത്തിപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യവും പ്രവർത്തനങ്ങളും. ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്നതിന് മുമ്പായി തന്നെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നമുക്ക് നമ്മുടെ സന്ദേശങ്ങൾ, ജമാഅത്തിന്റെ ആശയാദർശങ്ങളും സംസ്ഥയുടെ അനിവാര്യതയും ഒക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജന സമൂഹത്തിൽ സംസ്ഥയുടെ ആവശ്യതയെക്കുറിച്ച്, അനിവാര്യതയെക്കുറിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥ നിർവഹിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ ജമാഅത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ നിലനിർത്തുന്നതിൽ സമസ്ത വഹിച്ച പങ്കിനെ കുറിച്ചൊക്കെ തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. ഈ മഹിതമായ ആശയത്തിലൂടെ തന്നെയാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള സന്ദേശം നൽകാനൊക്കെ തന്നെ നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രഭാഷണ ശില്പശാല എന്ന പേരിൽ ഇങ്ങനെ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് 100ാം വാർഷികത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ നമ്മുടെ സന്ദേശങ്ങൾ എത്തിക്കേണ്ടതാണ്. പ്രഭാഷകരാണ് അതിന് ഏറ്റവും കൂടുതൽ മേലോട്ട് വഹിക്കേണ്ടത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും വിഷയസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും തന്നെ ഇവിടെ നടന്നു പോകും. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. നമ്മെ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്ദേശങ്ങളെല്ലാം മേഖലയിൽ എത്തിക്കാനും ഇനിയും അടുത്ത നൂറ്റാണ്ടിൽ സംസ്ഥ തന്നെയാണ് ഇവിടെ അനിവാര്യമായിട്ടുള്ളത്. ഇത് തന്നെയാണ് യഥാർത്ഥ സത്യത്തിന്റെ മാതാവ് എന്നുള്ള സന്ദേശം നൽകാനും സാധിക്കും. യഥാർത്ഥ അഹ്ലുസുന്നത്തുമായ സന്ദേശങ്ങളാണ് സംസ്ഥയുടെ ജനത്തുലമ ഇവിടെ ഭാവം ചെയ്യുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. കാരണം ഇത് മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും താബിഈങ്ങളും ഔലിയാക്കളും പണ്ഡിതന്മാരൊക്കെ തന്നെ സംഹിതമായ പാതയിൽ തന്നെയാണ് ഇന്നും സഞ്ചരിച്ചു. വ്യതിയാനങ്ങളില്ലാതെ നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ നാം ഉയർത്തിപ്പിടിച്ച സന്ദേശങ്ങളിൽ അണുവിടെ വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സമസ്തയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ വിജയത്തിന്റെ ജമാഅത്തിന് എതിരെ വന്നിട്ടുള്ള പലവിധ സംഘടനകളൊക്കെ നമ്മുടെ KDMC സമൂഹത്തിൽ വിഷയമായി വന്ന മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, മറ്റ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ അവരുടെ ആശയങ്ങളിൽ ഒക്കെ തന്നെ പലപ്പോഴും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ KDMC സമൂഹത്തിനിടയിൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ഇവിടെ ഭിന്നിപ്പിന്റെ ലക്ഷ്യത്തിൽ നൽകിയത്, അതിന്റെ പേരിൽ തന്നെ ഇന്ന് അവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ സംസ്ഥയുടെ ജനത്തുലമ ഉയർത്തിപ്പിടിച്ച ആശയാദർശങ്ങൾ വ്യതിയാനങ്ങളില്ലാതെ തന്നെ ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴും ഇന്നും
അജേയമായി നിലനിൽക്കുന്നു എന്നുള്ളത് പൂർവ്വസ്തുതികളായ മത്തുക്കൾ, ഒരിക്കൽ മുലക്കുരത്തങ്ങൾ പോലെയുള്ള ഷംസുല്ലമയെ പോലെയുള്ള ഗണിത് ഉസ്താദിനെ പോലെയുള്ള ഭാരതന്മാരായ സ്വാർത്ഥരായ നിഷ്കളങ്കരായ അരിഫീങ്ങളായ വലിയാക്കളായ പണ്ഡിതരും സാധാർത്ഥ്യങ്ങളും അവർ നമ്മുടെ ജന്മമായ പാതയുടെ വിജയം അവർ ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുകയും ഇത് വന്നിരിക്കാൻ മുന്നോട്ട് വന്നത് ഇത് പണ്ഡിതന്മാർ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മതാനുഗ്രഹം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ് നൂറ്റാണ്ടിൽ പ്രവേശിച്ചിട്ടും ഇന്നും വ്യതിയാനമില്ലാതെ ഉയർത്തിപ്പിടിച്ച ആ സന്ദേശത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദേശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. നാം മനസ്സിലാക്കിയിട്ടുള്ള സന്ദേശങ്ങൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ജാഗ്രതാപരമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വ്യതിയാനങ്ങളില്ലാതെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് അനിവാര്യം. നമുക്കറിയുന്ന കാലഘട്ടം മതപരമായ മേഖലയിൽ നിന്ന് അകലുകയും ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തിനൊക്കെ തന്നെ പ്രാധാന്യം എത്തിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും വളർന്നിരുന്ന യുവ വിദ്യാർത്ഥി സമൂഹം ഇന്ന് ഇതര ആശയങ്ങളിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യഥാർത്ഥമില്ല. പ്രത്യേകിച്ച് ക്യാമ്പസുകളൊക്കെ തന്നെ അവരുടെ സജീവമായ സാന്നിധ്യം വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആ മേഖലയിലൊക്കെ തന്നെ SKSF അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും നമുക്ക് കൂടുതൽ സമൂഹത്തിലേക്ക് ഈ പൊതുസമൂഹത്തിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച ഈ അവസരം സുന്നത്തിന്റെ ആശയങ്ങൾ കേരളത്തിൽ മുഖ്യനും മൂലയിലും എത്തിക്കേണ്ട അവസരമാണ് നമ്മുടെ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ, എല്ലാ മേഖലയും എത്തിക്കാൻ വേണ്ടി പ്രഭാഷകരായിട്ടുള്ള നിങ്ങൾ മുന്നിലുണ്ടാവുകയും എല്ലാ മേഖലയിലുള്ള സന്ദേശങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്യുമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ധാരാളം ആളുകൾ സംശയിക്കാനുണ്ട്. സമയത്തിന്റെ നമ്മുടെ പരിപാടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചേരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രസ്ഥാനത്തെ പുരോഗതിയിലേക്ക് ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിൽക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് സഭാമാക്കി മാറ്റാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇതിന്റെ സംഘാടകർ, ഭാരവാഹികൾ, പ്രഭാഷകർ എല്ലാവർക്കും നൽകട്ടെ. നമ്മെ ലഭിക്കപ്പെട്ട ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കാനായിട്ട് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒറ്റക്കെട്ടായ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രവർത്തനമായി, നമ്മുടെ ജമാഅത്തിന്റെ പ്രവർത്തനമായി, സൊസൈറ്റി പ്രവർത്തനങ്ങൾക്ക് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ ഐക്യം പ്രദാനം ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിക്കട്ടെ. നമ്മിൽ മന്നപ്പെട്ടുപോയ നേതൃത്വം നൽകിയ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കൾ, സദാത്യങ്ങൾ, ഉസ്താദന്മാർ, ബന്ധുക്കൾ പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ശരീരത്തിന്റെ ഭൂതോപ്പാക്കി മാറ്റട്ടെ. അവരെ നമ്മയും തങ്ങളോട് ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, വേറെ രോഗങ്ങളും രോഗവും ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം പൂർണ്ണമായ ശിഫയും സലാമത്തും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഗസയിൽ, ഫലസ്തീനിൽ അവിടെ ഇസ്രായേലിന് കിരാതമായ അക്രമങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി നിഷ്കളങ്കരായ കുട്ടികളും സ്ത്രീകളും പ്രായമായവരൊക്കെ തന്നെ അവിടെ അഗാധമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് പൂർണ്ണമായ സലാമത്ത് നൽകട്ടെ, പൂർണ്ണമായ വിജയം നൽകട്ടെ, പൂർണ്ണമായ സുരക്ഷ നൽകട്ടെ. മസ്ജിദ് അക്സയുടെ മോചനത്തിൽ യഥാർത്ഥ പെരുമാറാവട്ടെ. ഇസ്രായേലിലെ സൈനിക ശക്തി നൽകട്ടെ. ഇസ്രായേലിനെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. ഗസയിലെയും ഫലസ്തീന്റെ വിഭാഗങ്ങളുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ സുരക്ഷ നൽകട്ടെ. അവരുടെ വിശപ്പ് കഠിനമാണ്. തന്നെ ഭക്ഷണം കേൾപ്പിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവരെ സഹായിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഈ സംഗമം സ്വാധീനം സ്വീകരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക ഉദ്ഘാടനം മുഹമ്മദ് മഹീം എന്ന വചനം കൊണ്ട് നിർവഹിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.